അധ്യായം 9. യഹോവയുടെ ആലയവും രാജധാനിയും മറ്റും തനിക്കുണ്ടാക്കുവാൻ മനസ്സും താല്പര്യവും ഉണ്ടായിരുന്നതൊക്കെയും ശലോമോൻ പണിതു തീർന്ന ശേഷം യഹോവ ഗിബിയോനിൽ വെച്ച് ശലോമോൻ പ്രത്യക്ഷനായതുപോലെ 2ാം പ്രാവശ്യവും അവൻ പ്രത്യക്ഷനായി. യഹോവ അവനോട് അരുളി ചെയ്തെന്നാൽ, നീ എന്റെ മുൻപാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എന്റെ മുൻപാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്നുപോലെ നടക്കുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള നിന്റെ രാജത്വത്തിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ട് മാറി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ആ ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും. എന്റെ നാമത്തിനു വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയവും ഞാൻ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഇസ്രായേൽ സകല ജാതികളുടെ ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസവുമായിരിക്കും. ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നു പോകുന്ന ഏവനും അതിനെ കണ്ട് സ്തംഭിച്ച് ചൂളകുത്തി, യഹോവ ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തിയത് എന്തെന്ന് ചോദിക്കും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിക്കുകയും അന്യദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്യുകൊണ്ട് യഹോവ ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയിരിക്കുന്നുവെന്ന് അതിന് ഉത്തരം പറയും. ശലോമോൻ യഹോവയുടെ ആലയം രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോൻ അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നതുകൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീലാദേശത്ത് 20 പട്ടണം കൊടുത്തു. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു. എന്നാൽ അവ അവന് ബോധിച്ചില്ല. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്തെന്ന് അവൻ പറഞ്ഞു. അവയ്ക്ക് ഇന്നുവരെയും കാബൂൽ ദേശമെന്ന് പേരായിരിക്കുന്നു. ഹീരാമോ രാജാവിന് 120 താലന്ത് പൊന്ന് കൊടുത്തയച്ചു. ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം, അരമന, മില്ലോ, യെരുശലേമിന്റെ മതിൽ, ഹാസോർ, മെഗിദ്ദോ, ഗേസർ എന്നിവ പണിയേണ്ടതിന് ഊഴിയവേല ചെയ്യിച്ച വിവരം മിസ്രയീം രാജാവായ ഫർവോൻ ചെന്ന് ഗേസർ പിടിച്ച് തീവെച്ച് ചുട്ടുകളഞ്ഞു. അതിൽ പാർത്തിരുന്ന കനാനിയരെ കൊന്ന് അതിനെ ശലോമോന്റെ ഭാര്യയായ തന്റെ മകൾക്ക് സ്ത്രീധനമായി കൊടുത്തിരുന്നു. അങ്ങനെ ശലോമോൻ ഗേസരും താഴത്തെ ബേത് ഹോരോനും ബാലാത്തും ദേശത്തിലെ മരുഭൂമിയിലുള്ള തത്മോരും ശലോമോൻ ഉണ്ടായിരുന്ന സകല സംഭാര നഗരങ്ങളും രഥനഗരങ്ങളും കുതിരപ്പടയാളികൾക്കുള്ള പട്ടണങ്ങളും ശലോമോൻ യെരുശലേമിലും ലെബാനോനിലും തന്റെ രാജ്യത്തിൽ എല്ലായിടവും പണിവാൻ ആഗ്രഹിച്ചതൊക്കെയും പണിതു. അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിങ്ങനെ ഇസ്രായേൽ മക്കളിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജാതിയെയും ഇസ്രായേൽ മക്കൾക്ക് നിർമൂലമാക്കുവാൻ കഴിയാതെ പിന്നീടും ദേശത്ത് ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ശലോമോൻ ഊഴിയവേലക്കാരാക്കി. അവർ ഇന്നുവരെ അങ്ങനെ ഇരിക്കുന്നു. ഇസ്രായേൽ മക്കളിൽ നിന്നോ ശലോമോൻ ആരെയും ദാസ്യവേലയ്ക്കാക്കിയില്ല. അവർ അവന്റെ യോദ്ധാക്കളും ഭൃത്യന്മാരും പ്രഭുക്കന്മാരും പടനായകന്മാരും അവന്റെ രഥങ്ങൾക്കും കുതിരപ്പടയാളികൾക്കും അധിപന്മാരും ആയിരുന്നു. 550 പേർ ശലോമോന്റെ വേലക്കാരായ ജനത്തിന് മേധാവികളായ മേലുദ്യോഗസ്ഥന്മാരായിരുന്നു. ഫർവോന്റെ മകൾ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് ശലോമോൻ അവൾക്ക് വേണ്ടി പണിതിരുന്ന അരമനയിൽ പാർപ്പാൻ വന്ന ശേഷം അവൻ മില്ലോ പണിതു. ശലോമോൻ യഹോവയ്ക്ക് പണിതിരുന്ന യാഗപീഠത്തിന്മേൽ അവൻ ആണ്ടിൽ 3 പ്രാവശ്യം ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു യഹോവയുടെ സന്നിധിയിൽ ധൂപം കാട്ടും. ഇങ്ങനെ അവൻ യഹോവയുടെ ആലയം തീർത്തു. ശലോമോൻ രാജാവ് ഏദോം ദേശത്ത് ചെങ്കടൽക്കരയിൽ ഏലോത്തിന് സമീപത്തുള്ള യെസ്യോൻ ഗേബേരിൽ വെച്ച് കപ്പലുകൾ പണിതു. ആ കപ്പലുകളിൽ ശലോമോന്റെ ദാസന്മാരോടുകൂടെ ഹീരാം സമുദ്രപരിചയമുള്ള കപ്പൽക്കാരായ തന്റെ ദാസന്മാരെ അയച്ചു. അവർ ഓഫീരിലേക്ക് ചെന്ന് അവിടെ നിന്ന് 420 താലന്ത് പൊന്ന് ശലോമോൻ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു.